നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു 10 പേരെങ്കിലും അറിയണം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. ഒരു 10 പേര് അറിയണം എന്നാണ്. ഇപ്പം കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ഫാൻസ് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇപ്പം ഈ ഒരു ക്രൗഡ് മൊത്തം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ ഫാൻസ് പവർ ഭയങ്കര സംഭവമാണ്. അവർ ഒരുപാട് നമ്മളെ ഇറങ്ങുന്ന റീലുകൾ പല കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നു. ഈ ചില സമയത്ത് ഈ ഫാൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോകുന്നൊരു മൊമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു മൊമെൻറ്റ്. ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 2019, 2020 ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം കയറി വരുന്ന ഒരു ടൈം, ഒരു 3 ലക്ഷം 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് കഥക് തുറന്നു വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ എന്ന് പറഞ്ഞിട്ട് ഈ കേക്കും കൊണ്ട് 2 പയ്യന്മാർ വീഡിയോ എടുത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ നിക്കറിട്ടിക്കുക. ഞാൻ പെട്ടെന്ന് അവരുടെ മുഖത്ത് നോക്കി, സീരിയസ് ആയിട്ട് നടന്ന കാര്യം. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ബ്രോ ഞാൻ തുണിയില്ല. ഓ ഇല്ല അല്ലേ, ഇല്ല, ഓക്കെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടെ വന്ന് നോക്ക്, മാജിക് കാണാമെന്നാണ്. അപ്പോൾ എനിക്ക് അവരെ ആട്ടി പുറത്തിറങ്ങാൻ വേണ്ടി, കാരണം അവരെ ഭയങ്കര സർപ്രൈസ് തരാൻ വേണ്ടി കേക്കും കയ്യിരിക്കുന്നു ബ്രോ. അവസാനം കഥ അടച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് പാൻറ് എടുത്തിട്ട് ഷർട്ടും എടുത്തിട്ടിട്ട് വീണ്ടും പ്ലേ സ്റ്റേഷൻ കളിക്കുന്നത് തുറന്നു ഹാപ്പി ബർത്ത്ഡേ ബ്രോ, ഞാൻ വാട്ട് എ സർപ്രൈസ്, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ശരിക്കും അങ്ങനെയും കുറെ ഫാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറ കേൾക്കാൻ നല്ല ഫാൻസ് അല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പോൾ ഞങ്ങളുടെ പടമൊക്കെ വരച്ച് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പടവും എന്റെ വീട്ടിൽ കയറി വന്നത് ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് പറയാനുണ്ട്? കമോൺ. അല്ല, ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ തോന്നുന്നത് രസമുള്ള മൊമെന്റ് ആണ്. ഞാനും ആശറും നമ്മൾ പുറത്തിങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മളുടെ ഇഷ്ടം കൊണ്ട് എല്ലാവരും സംസാരിക്കും, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ നോർമൽ ഓരോ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞാൻ വേറെ കാര്യത്തിൽ എന്തിനോ മുന്നോട്ട് പോയി. ഇവിടെ ആയിരുന്നു, ഇവിടെ ആണെന്ന് നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഞാൻ വേറെ കാര്യത്തിൽ നിൽക്കുകയായിരുന്നു, ഫോണോ എന്തൊക്കെയാ. അപ്പൊ ഈ ബീച്ച് സൈഡിലൊക്കെ മറ്റേ തറയിൽ നിറഞ്ഞ് പൊട്ടിക്കുമ്പോ ഒരു സൗണ്ട്, പൊട്ടാസ് പോലത്തെ സാധനം, നല്ല രസമാണ്. അപ്പൊ അതിന്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നത് സംസാരിക്കുന്നത് നമ്മൾ ഓരോ കാര്യത്തിലായി. അപ്പൊ അതിലൊരു ബ്രോ അത് ഇങ്ങനെ എടുത്തിട്ട് എന്റെ ഇവിടെ എടുത്ത് എറിഞ്ഞു തന്നു. എവിടെ? എന്റെ ചെവിയുടെ ബാക്കിൽ നിന്ന് പൊട്ടിയത്. അവരിത് പൊട്ടിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കത് ഒരു സന്തോഷം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചെവി എനിക്കാണെങ്കിൽ ഇത് കിട്ടിയതിന്റെ ഇതിൽ മുഴങ്ങി നിൽക്കുന്നത്. എനിക്ക് ഒരിക്കലും ആ ബ്രോയുടെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല ദേഷ്യമൊന്നുമില്ല, ദേഷ്യമല്ല ബ്രോ, സന്തോഷം മാത്രമല്ല. ഒരിക്കലും ഇത് ബ്രോ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദേഷ്യമൊന്നുമില്ല, അത് സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ്. കുറച്ച് നേരത്തേക്കൊരു ഇതുണ്ടായിരുന്നു, അതപ്പോഴേ തന്നെ ഒരു കൂളി അതത്ര ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു അല്ല മാറി ഒറ്റ ദിവസം ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അത് മെസ്സേജ് ഇവൻ കണ്ട് മറുപടി കൊടുത്തു, ഞങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല സീരിയസ് ആയിട്ട്. പിന്നെ ദേഷ്യം മാറി, ആ സ്നേഹം കൊണ്ട് ചെയ്തതാ. ഇപ്പോഴും ഓർത്തിവിടെ അറിവ് പറയണമെങ്കിൽ അനുഭവമായിട്ട് മനസ്സിലാക്കാൻ പോയിട്ടില്ല. ഫേവറേറ്റ് മൊമെന്റിൽ ഒന്നാണ്, അതുകൊണ്ട് പറഞ്ഞതാ. സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഒറ്റ തവണ ഇറങ്ങിയോളൂ അല്ലേ? ഒരു തവണ ഇറങ്ങി. ചിലപ്പോ തറ ഇറങ്ങിട്ട് പൊട്ടുന്നുണ്ടല്ലോ, ഇത് ശരീരത്തിൽ ഇറങ്ങിയാ പൊട്ടുവോ എന്ന് നോക്കിയതായിരിക്കും, പൊട്ടയും ചെയ്തു അല്ലേ? എനിക്ക് ഷെയർ ചെയ്യാനോ അജിൻ എന്തെങ്കിലും ഉണ്ടോ?